Hello everyone. So my name is Faiz. Currently I'm doing third year MBBS from AIMS Nagpur. So we are moving to Laws of Motion Part 3. Summary നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സസൈസ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 to 13 വരെ ചെയ്തു. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ 14 തൊട്ട് തുടങ്ങാം. ഓക്കെ, Laws of Motion. യെസ്. So question number 14. Question വായിക്കാം. Figure 4.16 shows the position time graph of a particle of mass 4 kilogram. What is the first question? Force on the particle for time less than 0, time greater than 4 seconds, and time interval between 0 to 4 seconds. B part is impulse at time t is equal to 0 and t is equal to 4 seconds. Consider one-dimensional motion only. So നമുക്ക് ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടൈം ലെസ് ദാൻ 0, ടൈം ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ്, ടൈം ഇൻ ബിറ്റ്വീൻ 0 to 4 സെക്കൻഡ്. നമുക്ക് ഫോഴ്സും കാണണം, ഇമ്പൾസും കാണണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നമുക്ക്. സോ ഓക്കെ, യെസ്, ദിസ് ഈസ് ദ ഗ്രാഫ്സ്. സോ ഇവിടെ എക്സ് പൊസിഷൻ, ഇവിടെ ടൈം, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. യെസ്, സോ 0, 3, 4. ഓക്കെ, നമുക്ക് ഗ്രാഫ് അങ്ങനെ നോക്കാം. യെസ്, ഇങ്ങനെ തുടങ്ങി പിന്നെ ഇങ്ങനെ പോവാണ്. ഓക്കെ, ദെൻ എ പോയിന്റിൽ ജസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ, സിമ്പിൾ. യെസ്, ഓക്കെ. സോ പോസ് കാണാം ആദ്യം. പോസ് നമ്മൾ എ പാർട്ടിലേക്ക് പോവാണ്. നമുക്ക് ഫോഴ്സ് കാണാം. ഫോഴ്സ് വെൻ ടൈം ടി ലെസ് ദാൻ 0. സി ടൈം ടി ലെസ് ദാൻ 0 നോക്കിക്കേ. എക്സ് എന്താ? എക്സ് ഈസ് കോൺസ്റ്റന്റ്. നോ, എക്സ് ഈസ് കോൺസ്റ്റന്റ് മീൻസ് എക്സ് ഈസ് നോട്ട് ചേഞ്ചിങ് അല്ലെ, 0 തന്നെയാണ്. എക്സ് ഈസ് കോൺസ്റ്റന്റ് മീൻസ് വാട്ട്? ബോഡി ഈസ് ഇൻ റെസ്റ്റ് അല്ലെ, ബോഡി ഈസ് ഇൻ റെസ്റ്റ്. റെസ്റ്റിലുള്ള ബോഡിയിലുള്ള ഫോഴ്സ് ഉണ്ടോ? ഇല്ല. റെസ്റ്റിലുള്ള ബോഡിക്ക് വെലോസിറ്റി ഇല്ല, റെസ്റ്റിലുള്ള ബോഡിക്ക് എക്സലേഷൻ ഇല്ല. സോ ഫോഴ്സ് ഈസ് 0. ഓക്കെ, ക്ലിയർ. ഇനി അതില് ഫോഴ്സ് ടി ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് നോക്കാം. ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ് നോക്കിക്കോ. ഇതല്ലേ ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ്? ഈ പോർഷൻ അഗെയിൻ എക്സ് കോൺസ്റ്റന്റ് അല്ലേ, ചേഞ്ച് ചെയ്യുന്നുണ്ടോ? നോ ചേഞ്ച്. സോ എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അഗെയിൻ നമുക്ക് എന്താ പറയാം? യെസ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് കോൺസ്റ്റന്റ്. സോ റെസ്റ്റ് ആണ് അല്ലേ, ബോഡി ഈസ് ഇൻ റെസ്റ്റ്. വെലോസിറ്റി 0, acceleration 0, force is 0. Okay, next is force T. Yes, force between 0 and 4 second. Yes, in between 0 second and 4 second അവിടെയുള്ള ഫോഴ്സ് ആണ് കാണേണ്ടത്. സി, അതായത് ഈ പോർഷൻ നോക്കിക്കോ. സി, നമുക്ക് എക്സ് ടി ഗ്രാഫ് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടത്തില്ലേ? വെലോസിറ്റി കിട്ടും. സോ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്താ നമുക്ക് തരുന്നത്? ഇസ് ഈക്വൽ ടു വെലോസിറ്റി. സി, ഇത് ഒരേ വെലോസിറ്റി അല്ലേ, കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ, സ്ലോപ്പ് മാറുന്നില്ല അല്ലേ. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 to ഈ ടൈം ഇന്റർവെല്ലില് എന്താണ്? കോൺസ്റ്റന്റ് സ്ലോപ്പാണ് അല്ലേ, സ്ലോപ്പ് മാറുന്നേ ഇല്ല, സെയിം സ്ലോപ്പാണ്. കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ലേ ഇങ്ങനെയല്ലേ ഗ്രാഫിലുള്ളത്. സോ കോൺസ്റ്റന്റ് സ്ലോപ്പാണ് അല്ലേ, 0 to 4 സെക്കൻഡ് കോൺസ്റ്റന്റ് സ്ലോപ്പാണ്. കോൺസ്റ്റന്റ് സ്ലോപ്പ് മീൻസ് വാട്ട്? പൊസിഷൻ ടൈം ഗ്രാഫിൽ സ്ലോപ്പാണ് വെലോസിറ്റി. സോ കോൺസ്റ്റന്റ് സ്ലോപ്പ് മീൻസ് കോൺസ്റ്റന്റ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി മീൻസ് acceleration is what? dv by dt. dv കോൺസ്റ്റന്റ് ആണെങ്കിൽ acceleration 0. acceleration 0 ആണെങ്കിൽ what is? force is 0. യെസ്, ഫോഴ്സ് ഈസ് 0. നമുക്കിനി ഇവിടെ സ്ലോപ്പ് എത്ര എന്ന് വേണം കണ്ടുപിടിക്കാം അല്ലെ. ഈ ഗ്രാഫിൽ സ്ലോപ്പ് എത്ര വരിക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വാട്ട്? ചേഞ്ച് ഇൻ y by change in x, as simple as that. So
ഇവിടെ നോക്കിക്കോ, ചേഞ്ചിന് വൈ എത്രയാ 3 അല്ലേ? ചേഞ്ചിന് വൈ നോക്കിക്കോ, y മീൻസ് y കോർഡിനേറ്റ്. ഓക്കെ, 3 minus 0, 3 minus 0 divided by 4 minus 0 അല്ലേ? ദാറ്റ് ഈസ് 3/4. ആക്ച്വലി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ സ്ലോപ്പ് വെലോസിറ്റി. സിമ്പിൾ ആസ് ദാറ്റ്, വെരി സിമ്പിൾ. ഈ 3/4 എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആണ് അല്ലെ? കോൺസ്റ്റന്റ് ഫ്രം ടൈം t is equal to 0 to time t is equal to 4 second. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ കാര്യം കഴിഞ്ഞു. അടുത്ത നമുക്ക് എന്താണ്? ഇമ്പൾസ്. ഇമ്പൾസ് അറ്റ് t is equal to 0 and t is equal to 4 second. അവിടെയാണ് കാണേണ്ടത്. ഇമ്പൾസ് അറ്റ് t is equal to 0. ഒന്നുകൂടി ആ ഗ്രാഫ് വരക്കാം ഇവിടെ. സി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതല്ലേ ഗ്രാഫ്? ജസ്റ്റ് ഓക്കെ, നേരത്തെ വരച്ചിട്ടുണ്ട്. സെയിം സാധനം ഒന്നും കൂടി വരക്കാം കേട്ടോ. ഇതല്ലേ ഗ്രാഫ്? ഇവിടെ 4 സെക്കൻഡ്, ഇവിടെ 3 മീറ്റർ. സിമ്പിൾ. ഇവിടെ ഇതാണ് എ പോയിന്റ്. നോക്കിക്കോ, ഇതല്ലേ ടൈം ഈസ് ഈക്വൽ ടു 0 പോയിന്റ്, ടൈം ഈസ് ഈക്വൽ ടു 0 പോയിന്റ്. സി വാട്ട് ഈസ് ഇമ്പൾസ്? അത് ഇമ്പൾസ് എന്താണെന്ന് ഒന്നും കൂടി റിവൈസ്. വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് എന്താ വെച്ചാൽ ഇമ്പാക്ട് അല്ലേ? And impulse നമുക്ക് ബ്യൂട്ടിഫുൾ impulse momentum principle. Impulse is equal to delta p. What is impulse? Is actually change in momentum. അതായത് ഒരു ബോഡിയുടെ മൊമെന്റം ചേഞ്ച് ചെയ്ത ഇമ്പാക്റ്റ് ആണ് ഇമ്പൾസ്. ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? അതാണ് ഇമ്പൾസ്. സിമ്പിളായിട്ട് പറഞ്ഞ ഇമ്പൾസ് അതാണ്. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റം. സോ ടൈം t is equal to 0 അല്ലേ? at time t is equal to 0, yes, impulse is equal to what? Impulse is what? Delta p. So time t is equal to 0 അല്ലേ? delta p ഉണ്ടല്ലോ, ഒബ്വിയസ്ലി അല്ലേ? നോക്കിക്കോ, ടൈം t is equal to 0 തൊട്ട് മുമ്പുള്ള വെലോസിറ്റി അല്ലല്ലോ ടൈം t is equal to 0 ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത്. ഒബ്വിയസ്ലി ടൈം t is equal to 0 ഒരു ഇമ്പൾസ് ബോഡിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഇമ്പാക്ട് ബോഡിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തത് അല്ലേ? സോ നമുക്ക് നോക്കാം. So impulse is equal to impulse I or J is equal to delta P, means P final minus momentum final minus momentum initial. നമുക്ക് ഓരോന്ന് കാണാം. What is momentum final? Momentum final means time t is equal to 0, just time t is equal to 0 കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ്, നെക്സ്റ്റ് അടുത്ത പോയിന്റ് അല്ലേ? ഇതല്ലേ അതിന്റെ വെലോസിറ്റി വരിക അല്ലേ? as simple as that അല്ലേ? അപ്പൊ അതായത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? m into what is velocity? Velocity നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? സ്ലോപ്പ് ഓർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3/4 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് കാണും അല്ലേ? സോ m into 3/4, ദാറ്റ് ഈസ് വാട്ട് ഈസ് m? ക്വസ്റ്റ്യനിൽ ഗിവൺ ആണോ? യെസ്, m is 4 kg. So 4 into 3/4, how much? Yes, 3 kilogram meter per second. സിമ്പിൾ അല്ലേ? അതാണ് പി ഫൈനൽ. എം വി. പി ഇനീഷ്യൽ എം ഇൻറ്റു വെലോസിറ്റി എത്ര? പി ഇനീഷ്യൽ ഈ പോയിന്റ് വെലോസിറ്റി എത്രയാ അല്ലെ? റെസ്റ്റിലല്ലേ? 0. സോ 0. സോ ഇമ്പൾസ് ഈസ് ആക്ച്വലി വാട്ട്? പി ഫൈനൽ ഓൺലി. ഇവിടെ അല്ലെ പി ഐ 0 അല്ലേ? അത്ര കിട്ടി നമുക്ക് 3 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സാധനം കിട്ടി അല്ലേ? ടൈം t is equal to 0 ഇമ്പൾസ് ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ടൈം t equal to 4 സെക്കൻഡ്. സി, ടൈം t equal to 4 സെക്കൻഡിൽ നോക്കിയേ. ടൈം t is equal to 4 സെക്കൻഡിൽ 3/4 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബോഡി എന്തെന്ത് റെസ്റ്റ് എത്തി. അവിടെ ഒരു ഇമ്പൾസ് ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റെസ്റ്റിലെത്തിയത് മൊമെന്റം ചേഞ്ച് ചെയ്തത് അല്ലേ? മൊമെന്റം ചേഞ്ച് ചെയ്തിട്ടില്ല, അതിന് ഇമ്പൾസ് ഇല്ല. ഇഫ് പി ഫൈനൽ ഈസ് ഈക്വൽ ടു പി ഇനീഷ്യൽ ഡെൽറ്റ പി 0 മീൻസ് ഇമ്പൾസ് ഈസ് 0 അല്ലേ? ഇവിടെ മൊമെന്റം ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഒരു ഇമ്പൾസ് കിട്ടിയത്. ഇമ്പാക്ട് കിട്ടിയത് കൊണ്ടാണ് മൊമെന്റം ചേഞ്ച് ചെയ്തത്, ഇമ്പൾസ്. സോ ഇവിടെ പി ഇനീഷ്യൽ എന്തായിരിക്കും? 3/4 ഇൻറ്റു എം അല്ലെ? ഒബ്വിയസ്ലി. ആൻഡ് പി ഫൈനൽ എന്തായിരിക്കും? 0. നമുക്ക് ചെയ്തു പോകാം അല്ലെ? ഇമ്പൾസ് at time t equal to 4 second. Very simple. Impulse I or J is equal to delta P equal to P final minus P initial. Here P final is 0 അല്ലെ? റെസ്റ്റിലേക്ക് പോകണം.
minus P initially is what? M 4 kg ആണ്, velocity 3/4. So 4 cut ആയി. 0 minus 3 kilogram meter per second is the impulse. Time t equal to 4 seconds. What is actually this minus sign denote? Minus sign എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? അല്ലേ, എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡിയാണ് റെസ്റ്റിലേക്ക് പോയത്. That's all. So impulse at time t is equal to 0 ഇമ്പൾസ് എത്രയാണ്? 3 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ടൈം t is equal to 4 സെക്കൻഡിലുള്ള ഇമ്പൾസ് മൈനസ് 3 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ടൈം t is equal to 0 റെസ്റ്റിലുള്ളതിനെ 3/4 വെലോസിറ്റിയിലേക്ക് കൊണ്ടുവന്നു. ടൈം t is equal to 4 സെക്കൻഡിൽ 3/4 വെലോസിറ്റിയിലുള്ള ബോഡീനെ റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ജസ്റ്റ് ഉൾട്ട, ഓപ്പോസിറ്റ് അല്ലെ? ഓപ്പോസിറ്റ് സംഭവിച്ചു. സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇൻട്രസ്റ്റിംഗ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, മീൻസ് വെരി ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ നമുക്ക് പോകാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 15. എന്താണ് ചോദ്യം? 2 bodies of masses 10 kg 20 kg respectively kept on a smooth friction 0 horizontal surface are tied to the ends of a light string അല്ലേ? ഒരു കാർബൺ സൈഡ് കൊണ്ട് കെട്ടി. A horizontal force F is equal to 600 Newton is applied. Okay, 600 Newton അപ്ലൈ ചെയ്തു. ഒന്നാമത്തെ കേസില് അല്ലേ എ മാസ് എ, അതായത് 10 kg മേൽ അപ്ലൈ ചെയ്തു അല്ലെ? രണ്ടാമത്തെ കേസിൽ 20 kg മേൽ അപ്ലൈ ചെയ്തു. What is the tension in the string in each case? Simple as that. So നമുക്ക് ആദ്യം ഒന്നാമത്തെ കേസ് നോക്കാം. നമുക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? എ എന്ന് പറഞ്ഞാൽ ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്തു ഞാൻ? 10 kg and B is 20 kg. ഓക്കെ ഓക്കെ, സിമ്പിൾ. ഒന്നാമത്തെ കേസിൽ എന്താണ്? 600 Newton applied to A. 600 Newton applied to A, അതായത് 10 kg. നമുക്ക് അത് ഡെപിക്ട് ചെയ്യാം. എങ്ങനെയാണ് നോക്കിക്കോ. സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫേസ് വരച്ചു, നോ ഡൗട്ട്. സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫേസ്, യെസ്. ഇത് ബി, ഇത് എ. സിമ്പിൾ. ഇതാണ് യെസ്. അവർ തമ്മിൽ സ്ട്രിങ് കൊണ്ട് അല്ലെ എന്ത് ടൈഡ് ടു ദ എൻഡ്സ് ഓഫ് എ ലൈറ്റ് സ്ട്രിങ്. സിമ്പിൾ. ലൈറ്റ് സ്ട്രിങ് മീൻസ് സ്ട്രിങ്ങിന്റെ മാസില്ല, ജസ്റ്റ് ടെൻഷൻ ഇട്ട് പോകാം. ഓക്കെ, 600 Newton അപ്ലൈഡ് ടു എ. 600 Newton അപ്ലൈഡ് ടു എ. സോ ഇവിടെയാണ് ഫോഴ്സ് കൊടുത്തത് ഒന്നാമത്തെ കേസിൽ. നമുക്ക് കാണേണ്ട ടെൻഷൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ കാണാം. അങ്ങനെ കാണും, സിമ്പിൾ അല്ലെ? ടെൻഷൻ. സോ ഈ ലൈറ്റ് സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ടാവല്ലോ. യെസ്, എനെ ഇങ്ങോട്ട് വലിക്കും, ടി അതേ സെയിം ടി ഇങ്ങോട്ട് വലിക്കും. സിമ്പിൾ. ഓക്കെ, നോക്കിക്കോട്ടെ. ഞാൻ ഇതിനെ എക്സ്റ്റേണൽ എന്ന് നോക്കുമ്പോ മീൻസ് ഇതൊരു സിസ്റ്റ് ആയിട്ട് എടുത്താൽ, എ ആൻഡ് ബി കണക്റ്റഡ് ബൈ എ ലൈറ്റ് സ്ട്രിങ്, സിസ്റ്റ് ആയിട്ട് എടുത്താൽ അല്ലെ, ഇതിൽ പിന്നെ ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 600 മാത്രമല്ലേ? കാരണം ടെൻഷൻ ഇന്റേണൽ ഫോഴ്സ് ആയില്ലേ ഇവിടെ ഞാൻ സിസ്റ്റ് ആയിട്ട് എടുത്തപ്പം. സോ F external is equal to ഇവിടെ 600 Newton, which is equal to m of mass of A plus B. Like സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടും വരത്തില്ലേ, into acceleration of the system. Means acceleration of ഒരേ ആക്സലറേഷനിലെ രണ്ടും പോവാ. Okay, simple as that. So 600 Newton is equal to m of A plus B means systemത്തിന്റെ mass means 10 plus 20, that is 30 kg into A of the system. എത്ര വരും? A equal to 600 by 30 means 20 meter per second. അപ്പൊ നമുക്ക് സിസ്റ്റം ട്രാവൽ ചെയ്യുന്ന എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി. എത്രയാണ്? 20 meter per second. സിമ്പിൾ. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ടെൻഷൻ കണ്ടുപിടിച്ചൂടെ? യെസ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. ഞാൻ അറ്റ് എ നോക്കാണ്, സി. സിമ്പിൾ ആയിട്ട് നോക്കി. നമുക്കിനി ഇത് എ ഇക്വേഷൻ, ബി മീൻസ് ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ബോഡി എ, മാസ് എയിലാണ്. ഓക്കെ, മാസ് എ മേൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? മാസ് എ മേലുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്ക് 600 Newton ഉണ്ട്, ഇങ്ങോട്ടേക്ക് ടെൻഷൻ ഉണ്ട്. അത് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ 20 meter per second സ്ക്വയർ. സിമ്പിൾ. ബീനെ നോക്കിക്കോ. ബീനെ നോക്കുമ്പോ ബി ഉണ്ട്, ടെൻഷൻ ടി ഇങ്ങോട്ട് ഉണ്ട്,
മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ അല്ലേ? നമുക്ക് ടെൻഷൻ ശരിക്കും ഇവിടെ നിന്ന് കിട്ടി. എങ്ങനെ നോക്കിക്ക, ഇവിടെ ജസ്റ്റ് കൊടുത്താൽ മതി അല്ലേ. സോ T is equal to B ന്റെ മാസ് 20 kg into A is how much? 20 meter per second square. So tension T is how much? 400 Newton. Tension T is how much? 400 Newton. ഇനി ഇവിടുന്ന് ഈ ക്വസ്റ്റൻ നമുക്ക് കൊടുത്താൽ കിട്ടും. എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിക്കോ, 600 മൈനസ് T ഓപ്പോസിറ്റ് T is equal to 10 into 20. That means that is A ന്റെ mass into acceleration. 600 minus T equal to 200. T equal to 600 minus 200. That is T is equal to 400 Newton only. Okay, രണ്ടിലോ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാണിക്കാൻ വേണ്ടി കൊടുത്തു. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് കേസിൽ 600 Newton അപ്ലൈഡ് ടു എ കേസിൽ ടെൻഷൻ T equal to 400 Newton. അടുത്ത കേസ് എന്താണ്? അടുത്ത കേസിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും? ബിയിലായിരിക്കും അല്ലെ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കേണ്ടത്? മാറ്റം ഉണ്ടാവോ? ഒബ്വിയസ്ലി മാറ്റം ഉണ്ടാവും. നോക്കിക്കോ, രണ്ടാമത്തെ കേസിൽ 600 Newton അപ്ലൈഡ് ടു ബി അല്ലെ? 600 Newton അപ്ലൈഡ് ടു ബി. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് പെട്ടെന്ന് വരച്ചു പോകാം അല്ലേ? അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ബി ഇവിടെ, ബി 20 kg. എ ഇവിടെ അല്ലേ? 10 kg. സ്ട്രിങ് ഉണ്ട്. ഇവിടുന്ന് ഞാൻ ഫോഴ്സ് കൊടുത്തു എത്ര? 600 Newton. നോ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ. സോ നോക്കിക്കോ, ഇങ്ങോട്ടേക്ക് ടെൻഷൻ ടി. ഇതൊരു സിസ്റ്റമായിട്ട് എടുത്താൽ ആക്സിലറേഷൻ അഗെയിൻ ഹൗ മച്ച്? നേരത്തെ തന്നെ, കാരണം മാസ് ഓഫ് ദ സിസ്റ്റം സെയിം ആണ്, പിന്നെ ആ സിസ്റ്റത്തിന് കിട്ടുന്ന ഫോഴ്സ് അതായത് സെയിം ആണ്. ദാറ്റ് ഈസ് 600 Newton. സോ കൊടുത്തോ, ഹിയർ ടെൻഷൻ T is equal to അല്ലെ? ഈ എയിൽ നോക്കിയാൽ നമുക്ക് ടെൻഷൻ T is equal to 10 into acceleration. That is 10 into 20. That is 200 Newton. സിമ്പിൾ. നമുക്ക് ബിയിൽ നോക്കിയാൽ എന്ത് കിട്ടും? 600 minus T equal to 20 into 20. 600 minus 400. That is T. That is T is 200 Newton അല്ലേ? സോ ഒന്നാമത്തെ കേസിൽ ടെൻഷൻ T എത്രയാണ്? 400 Newton. രണ്ടാമത്തെ കേസിൽ ടെൻഷൻ T is 200 Newton. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഹൗ മച്ച്? ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 6 ഞാൻ വായിക്കാൻ നോക്കിക്കോളെ. 2 masses 8 kg and 12 kg are connected at the two ends of a light inextensible string that goes over a frictionless pulley. Find the acceleration of the masses and the tension in the string when the masses are released. ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ എന്തുണ്ട്? പുള്ളി ഉണ്ട്. പുള്ളി കൂടി എന്തുണ്ട്? ഒരു ലൈറ്റ് ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് ഉണ്ട്. ഒരു മാസം ഒന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്. ഓക്കെ. പിന്നെയോ 2 മാസം എന്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? 2 മാസം കണക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഹെവി വെയിറ്റ് ഉള്ള സ്ട്രിങ് താണെന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ വരച്ചത്. ഓക്കെ, ഞാൻ വരക്കേണ്ടത് 12 kg 8 kg. യൂണിറ്റ് എഴുതുന്നില്ല. 12 kg 8 kg. സിമ്പിൾ. എന്താണ് കേസ്? ഞാൻ എന്ത് ചെയ്തു? ഈ സിസ്റ്റത്തിനെ റിലീസ് ചെയ്തു. മീൻസ് ഇത് സി ഇവിടെ ഇത് ഒരു പുള്ളി ഇങ്ങനെങ്കിലും ഉണ്ടാവട്ടെ, ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു സീലിങ്ങിലോ. ഓക്കെ, അതുമില്ലോട്ടൊന്നും ഉണ്ടാവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സിസ്റ്റം നോക്കിയാൽ മതി. ഞാൻ ഈ സിസ്റ്റത്തിനെ റിലീസ് ചെയ്തു. സോ ഒബ്വിയസ്ലി വെയിറ്റ് കൂടുതലുള്ള 12 kg അല്ലേ? സോ താഴെ ഇങ്ങോട്ടേക്കല്ലേ സിസ്റ്റം വരിക? മീൻസ് ഇങ്ങോട്ടേക്കാണ് സിസ്റ്റം. അതായത് 12 kg താഴോട്ടേക്ക് പോകും ഒരു ആക്സിലറേഷൻ എയില്. 8 kg മുകളിലോട്ട് പോകും വിത്ത് ആൻ ആക്സിലറേഷൻ എ. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആക്സിലറേഷൻ കാണണം, പിന്നെ ഈ ഇതിലുള്ള ടെൻഷൻ കാണണം അല്ലേ? ഒരേ റോപ്പാണ്, റോപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ടെൻഷൻ എന്തായിരിക്കും? സെയിം ടെൻഷൻ ആയിരിക്കും. സെയിം ടി ഇവിടെ. സോ അതേ ടി ഇവിടെ ഉണ്ടാവും. അതേ ടി നമുക്ക് ഇവിടെ കിട്ടും. അതേ ടി നമുക്ക് ഇവിടെ ഉണ്ടാവും. സെയിം ടി, നോ ഡൗട്ട്. ജസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കൊടുത്ത് പോയാൽ മതി. ഓക്കെ, ഇനി ഇതുമ്മൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ G10 ആയിട്ട് എടുത്താൽ താഴോട്ടേക്ക് എത്ര? 80 Newton.
ഇതുമല്ലോ 120 ന്യൂട്ടൺ. സോ ഇനി ഞാൻ അതായത് 8 kg മാസിലേക്ക് ഇക്വേഷൻ കൊടുക്കുകയാണ്. 8 kg മാസിലേക്ക് ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഇത് കിട്ടി നമുക്ക്. സോ മുകളിലോട്ട് പോകുന്നു. സോ ടെൻഷൻ ആണ് വലിക്കുന്ന ഫോഴ്സ്, ടെൻഷൻ ആണ് ഇവിടെ കൊണ്ടുപോകുന്ന ഫോഴ്സ്. സോ ടെൻഷൻ T മൈനസ് 800 ന്യൂട്ടൺ ഈക്വൽ ടു 8 into A. സിമ്പിൾ. ഇനി 12 kg ഇക്വേഷൻ നോക്കി. 12 kg എന്നുള്ള ഇക്വേഷൻ താഴോട്ടേക്ക് വരുന്നു. സോ 120 ആണ് വലിക്കുന്നത്. മൈനസ് T മുകളിലോട്ട് ഈക്വൽ ടു 12A. സോ ഈ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഇത് ഇനി ഇത് സോൾവ് ചെയ്താൽ ഇക്വേഷൻ ഉത്തരം കിട്ടി, ആൻസർ കിട്ടി. ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 3 കൊണ്ട് ഗുണിച്ചു. ഇക്വേഷൻ നമ്പർ 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നോക്കിക്കോ, ഇക്വേഷൻ നമ്പർ 1 becomes 3T minus 3 into 8 to 40 equal to 24A. ഇതിനാ 2 കൊണ്ട് ഗുണിച്ചപ്പോ 2 into 120 240 minus 2T equal to 24A. ഞാൻ ഇനി എന്ത് ചെയ്യാണ്? സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഞാൻ എന്ത് ചെയ്യാണ്? 3 minus 4 മൈനസ് ചെയ്തു, കുറക്കാണ്. സോ ഇതൊന്നും കട്ടായി പോയില്ലേ, 0 ആയി പോകും. പിന്നെ കിട്ടുന്നത് 3T minus 240 minus 240. സോ മൈനസ് ഓഫ് മൈനസ് 2T 3, മൈനസ് ഓഫ് മൈനസ് 2T. ഓക്കെ, 3T minus 240. ഓക്കെ, മൈനസ് ഓഫ് 240 ഇതല്ലേ, ഇങ്ങനെയല്ലേ വരിക, is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി. 24 minus 24 0. 3T minus 240 minus 240 plus 2T is equal to 0 അല്ലേ. മൈനസ് മൈനസും പ്ലസ് 2T ആവത്തില്ലേ, പ്ലസ് 2T is 0. സോ എന്ത് കിട്ടി നമുക്ക്? യെസ്, 3 plus 2 5T minus 480 equal to 0. That means 5T equal to 480. That means T is equal to 480 divided by 5. നോക്കിക്കോ, എങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോകാൻ നോക്കിക്കോ. സുഖമായിട്ട് കട്ട് ചെയ്ത് പോട്ടോ. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. 48 എത്ര അഞ്ചുണ്ട്? 8 5 40, 9 5 45, 3 ബാക്കി 30 എത്ര അഞ്ചുണ്ട്? 6. സിമ്പിൾ. ടെൻഷൻ T equal to 96 ന്യൂട്ടൺ കിട്ടി. ടെൻഷൻ T equal to 96 ന്യൂട്ടൺ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ആക്സലറേഷൻ കാണാൻ വല്ല പണിയും ഉണ്ടോ? ഇതാ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അതിൽ കൊടുത്താല് ടെൻഷൻ T is 96 minus 80 equal to 8A. That means 16 is 8A. That means A is 2 meter per second square. A is 2 meter per second square. So ഈ കേസിൽ ടെൻഷൻ T is 96 ന്യൂട്ടൺ, acceleration is 2 meter per second square. Simple. Okay. Next question number 17. Question number 17 നോക്കിയോ. A nucleus is at rest in the laboratory frame of reference. Okay, ഒരു ന്യൂക്ലിയസ് റെസ്റ്റിലുണ്ട്. ന്യൂക്ലിയസ് റെസ്റ്റിലാണുള്ളത്. ഓക്കെ, so that if it disintegrates into 2 smaller nuclei, അല്ലെ 2 smaller nuclei അത് പൊട്ടി, അത് ഡിസിന്റഗ്രേറ്റ് ചെയ്തു, the products must move in opposite direction. അപ്പൊ പൊട്ടിത്തെറിച്ചപ്പോ ആ 2 പാർട്സും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാൻ, അല്ലെ. ദാറ്റ്സ് അവർ ഡ്യൂട്ടി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാൻ എടുത്തു, അതായത് മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ക്യാപിറ്റലുമായിട്ട് എടുത്തു. പിന്നെ മാസ് ഓഫ് 2 പാർട്ടായില്ലേ, 2 സ്മോളർ ന്യൂക്ലിയൈ. മാസ് ഓഫ് ഫസ്റ്റ് സ്മോളർ ന്യൂക്ലിയസ് ഈസ് M1 ആയിട്ട് എടുത്തു. മാസ് ഓഫ് സെക്കൻഡ് സ്മോളർ ന്യൂക്ലിയസ് എന്തായിട്ട് എടുത്തു? M2. സിമ്പിൾ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു. അപ്പൊ കേസ് ഇതാണ്. എന്താണ്? ആക്ച്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോവുക. എന്ത് വെച്ചിട്ട്? യെസ്, linear momentum principle വെച്ച്. If f external is 0, momentum is constant. f external 0 ആണെങ്കിൽ momentum constant ആയിരിക്കും. ക്ലാസ്. So നോക്കിക്കോ,
Yes. Akhil के पास. Yes. Okay, so see. ഇവിടെയുള്ളത് ഓക്കെ ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ? If external is 0, then momentum of the system is constant. That's all. നമുക്ക് നോക്കാം. നോക്കിക്കോ. ഇനീഷ്യൽ കേസ് ഫൈനൽ കേസ് ആയിട്ട് ജസ്റ്റ് നോക്കാം. ഇനീഷ്യലി എന്താണ്? ഇനീഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇത് ഫൈനൽ. ഓക്കെ, ഇനീഷ്യലി എന്താണ്? അല്ലെ, ന്യൂക്ലിയസ് എം മാസുള്ള ന്യൂക്ലിയസ് ഉണ്ട്, വെലോസിറ്റി 0, റസ്റ്റിലാണെന്ന് വെലോസിറ്റി 0. ഫൈനൽ കേസിൽ നോക്കുകയാണെങ്കിൽ M1 മാസുള്ള ഉണ്ട്, അത് V1 വെലോസിറ്റിയിൽ പോകുന്നു. M2 മാസ് ഉണ്ട്, അത് V2 വെലോസിറ്റിയിൽ പോകുന്നു. ഓക്കെ, നമ്മുടെ ഡയറക്ഷൻ ആകില്ല, നമുക്ക് ഡയറക്ഷൻ ആണ് കാണേണ്ടത്. സോ ജസ്റ്റ് മൊമെന്റം ഓക്കെ, അപ്പൊ ഒരു അല്ലെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് വാട്ട്? മൊമെന്റം കോൺസ്റ്റന്റ് മീൻസ് അല്ലെ ഇവിടെ എന്തെങ്കിലും എഫ് എക്സ്റ്റേണൽ ഉണ്ടോ? ഇല്ല. ഒരു ഫോഴ്സും എക്സ്റ്റേണലി ഒരു ഫോഴ്സും ഇവിടെ ഇല്ല. എഫ് എക്സ്റ്റേണൽ ഈസ് 0. So delta P is 0. That means P final minus P initial is 0. That means P final equal to P initial. What is P final? P final is M1 V1 plus M2 V2 equal to P initial is 0. അല്ലേ, റെസ്റ്റിലാണ്. That means M1 V1 equal to minus M2 V2. If I want to derive equation for V1, that will turns out as minus of M2 by M1 into V2. അതായത് V1 ഉം V2 yes, that gives an indicator what? Yes, they are moving in opposite direction. Moving opposite. They must move in opposite direction. Simple. They must move in opposite direction. Question number 18. Question number 18. Question number 18. Okay. Question number 18. Okay. 2 billiard balls, each of mass 0.05 kg, moving in opposite directions with speed 6 meters per second, collide and rebound with the same speed. What is the impulse imparted to each ball due to the other? Okay, that's the question. See, what is the question? 2 billiard balls, each of mass 0.05 kg, moving in opposite directions with speed 6 meters per second, collide and rebound with the same speed. What is the impulse? Impulse ആണ് കാണേണ്ടത്. So, impulse momentum principle. Impulse എന്ന് കേൾക്കുമ്പം impulse momentum principle ഓർമ്മ വരണം. Impulse is delta P. സോ അതാദ്യം ഓർമ്മിക്കുക. നമുക്ക് ഇനി എന്താണ് കേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡെപിക്ട് ചെയ്യാം. ഡയഗ്രാമാറ്റിക്കലി നോക്കാം. യെസ്, 2 ബില്യാർഡ് ബോൾസ് ഉണ്ട്. രണ്ടിന്റെയും മാസ് സെയിം ആണ്. ഞാൻ M ആയിട്ട് എടുത്തു. മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, ഒന്നിങ്ങനെ വരികയാണ് 6 മീറ്റർ പെർ സെക്കൻഡിൽ. പിന്നെയോ അതേ സെയിം മാസിൽ അതേ ബില്യാർഡ് ബോൾ തന്നെ ഇങ്ങോട്ട് വരികയാണ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇനീഷ്യൽ കണ്ടീഷൻ ഇതല്ലേ. ഇനി ഫൈനൽ കണ്ടീഷൻ എന്താണ്? ഫൈനൽ കണ്ടീഷൻ കൊളൈഡ് ചെയ്യുന്നു ആൻഡ് റീബൗണ്ട് വിത്ത് സെയിം സ്പീഡ്. ഫൈനൽ കണ്ടീഷൻ എന്താണ്? ഇവിടുന്ന് രണ്ടുപേരും കൊളൈഡ് ചെയ്തു. രണ്ടുപേരും കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മൂവിങ് റീബൗണ്ട് വിത്ത് സെയിം സ്പീഡിൽ അല്ലേ. ഇതിവിടെ തട്ടി ഇങ്ങോട്ട് പോയി. സെയിം സ്പീഡ് വീല് അങ്ങോട്ട് റീബൗണ്ട് ചെയ്തു. കൊളൈഡ് ആൻഡ് റീബൗണ്ട് വിത്ത് ദ സെയിം സ്പീഡ്. ഇതാണ് ഫൈനൽ കണ്ടീഷൻ. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ and this is the final condition. അല്ലേ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്, നോ ഡൗട്ട്. നമുക്ക് എന്താ കാണേണ്ടത്? what is the impulse imparted to each ball due to other. impulse imparted to each ball to other. ഞാൻ ഒരു ബോൾ, ഞാനിപ്പോ ഈ ബോൾ ഇമ്പാർട്ട് ചെയ്ത് ഇമ്പൾസിനായിരിക്കും ഈ ബോൾ ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഒരു ബോളിന്റെ കണ്ടാൽ മതി. ഓക്കെ, സോ ഞാൻ ഇതിനെ A എന്ന് വെച്ചു, ഇതിനെ B എന്ന് വെച്ചു. സോ ഇമ്പൾസ് ഇമ്പാർട്ടഡ് A to B യും ഇമ്പൾസ് ഇമ്പാർട്ടഡ് B to A യും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഞാൻ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി.
സോ ബി എ ഞാൻ എന്റെ കണ്ടുപിടിക്കാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫോർ സിംപ്ലിഫിക്കേഷൻ, ഫോർ സിമ്പിൾ ആസ് ദാറ്റ് ഞാൻ എന്റെ കാണാണ്. സോ എന്ന് നോക്കിക്കോ, എന്റെ പി ഇനീഷ്യൽ എന്താ? പി ഇനീഷ്യൽ ഈസ് എം തന്നിട്ടുണ്ട് 0.05. 0.05 into 6. That means 0.3. ഓക്കെ. പി ഫൈനൽ എന്താ? 0.05 into വെലോസിറ്റി വി അല്ലേ? വാട്ട് സിമ്പിൾ ഒരു സെയിം സ്പീഡ്. സോ വിയും എന്ത് തന്നെയാണ്? 6 meter/second തന്നെയാണ്. സ്പീഡ് മാറുന്നില്ല. സോ 6 തന്നെ, ബട്ട് മൈനസ് ആയിരിക്കും. വൈ ഞാൻ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് എടുത്താൽ ഇങ്ങോട്ടേക്ക് മൈനസ് എടുക്കണ്ടേ? മൈനസ്. സോ impulse is equal to delta p, which is equal to p final minus p initial. P final is how much? Minus 0.3 minus 0.3 minus 0.6 kilogram meter per second. That is the impulse. The negative sign indicate what? Impulses imparted to the balls are opposite in direction. So impulse imparted by A to B is minus 0.5 kilogram meter per second. Impulse imparted by the ball B to A is again minus 0.6 kilogram meter per second. Same impulse. കാരണം സെയിം വെലോസിറ്റിയിൽ വന്നു, സെയിം മാസ് കൊളൈഡ് ചെയ്ത് സെയിം വെലോസിറ്റിയിൽ എന്ത് ചെയ്തു? റിബൗണ്ട് ചെയ്തു. സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 18 കഴിഞ്ഞു. 19. ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A shell of mass 0.02 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter/second, what is the recoil speed of the gun? Okay, സിമ്പിൾ, നല്ല ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. നോക്കിയത് ഞാൻ എന്ത് ചെയ്തു? എന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. തോക്ക് വരക്കാൻ പോണേ. യെസ്, ദിസ് ഈസ് മൈ ഗൺ. ഓക്കെ, ദിസ് ഈസ് മൈ ഗൺ. സോ ഈ ഗണ്ണിന്ന് വെടിവെച്ചാൽ, ഞാൻ ഷൂട്ട് ചെയ്താൽ എന്ത് പോകും? ഷെല്ല് പോകും. സോ ഇതാണ് ഗണ്ണിന്ന് പോകുന്ന ഷെല്ല്. ഓക്കെ, ഷെല്ല്. സോ ഞാൻ വെടിവെച്ചപ്പോ ഷെല്ല് ഒരു വെലോസിറ്റി വീലല്ലേ പോവാ? സിമ്പിൾ ആസ് ദാറ്റ്. യെസ്, നോക്കിക്കോളെ, ഇനീഷ്യലി ഗൺ പ്ലസ് ഷെൽ സിസ്റ്റത്തിന് വെലോസിറ്റി ഇല്ല, റെസ്റ്റിലല്ലേ. സോ മൊമെന്റം 0 ആണ്. ഈ ഷെല്ല് ഒരു വെലോസിറ്റിയിൽ അങ്ങോട്ടേക്ക് പോകുമ്പോ, അല്ലെ, ഒരു ഷെല്ല് ഒരു വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് പോകുമ്പോ ഒബ്വിയസ്ലി ഗൺ ഇങ്ങോട്ടേക്ക് പോകണ്ടേ? അപ്പോഴല്ലേ മൊമെന്റം ഫൈനലും ഈക്വൽ ടു മൊമെന്റം ഇനീഷ്യൽ ആകും. കാരണം ചേഞ്ച് ഇൻ മൊമെന്റം ഇവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ഈ ഗണ്ണിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. സോ ഗണ്ണിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് 0. സോ ചേഞ്ച് ഇൻ മൊമെന്റം 0 ആക്കണമെങ്കിൽ ഈ ഷെല്ലിന് ഇങ്ങോട്ടേക്ക് ഒരു മൊമെന്റം കിട്ടിയാൽ ഗണ്ണിന് ഇങ്ങോട്ടേക്ക് ഒരു മൊമെന്റം കിട്ടണം. സോ ഗണ്ണ് പിറകോട്ടേക്ക് പോകും. ആ ഗണ്ണ് പിറകോട്ടേക്ക് പോകുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ വെച്ചിട്ട് നോക്കാം. ഞാൻ എന്ത് ചെയ്തു? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ അല്ല, ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ. ഗണ്ണിന്റെ മാസ് m കൊടുത്തു, ഷെല്ലിന്റെ മാസ് സ്മോൾ m കൊടുത്തു. ഇനി ഷെല്ല് ബൈ വെലോസിറ്റി v, m ഇങ്ങോട്ടേക്ക് റീകോയിൽ ചെയ്ത വെലോസിറ്റി u. നമുക്ക് റീകോയിൽ വെലോസിറ്റി u ആണ് കാണേണ്ടത്. നമുക്ക് അത് ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷൻ ഈ ചോദ്യത്തിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ impulse momentum principle, F external is 0. That means what? No external force here. Delta P is 0. What is this? Implies P final will be equal to P initial. Simple. So okay, go. Yes. What is P final? No. What is P initial? P initial is mass of the system, m plus m. റെസ്റ്റിലല്ലടാ. സോ ഇൻറ്റു 0. P final will be ഞാൻ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ആയിട്ട് എടുത്തു, ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. സോ m ഇൻറ്റു v മൈനസ് ആവത്തില്ലേ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, m ഇൻറ്റു u. സിമ്പിൾ. സോ ഇനി ഈക്വേറ്റ് ചെയ്താൽ പോരെ, കാരണം P final ഈക്വൽ ടു P initial. അതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇഫ് എക്സ്റ്റേണൽ ഈസ് 0. So mv minus mu equal to 0. That means mv equal to mu.
So the recoil speed u equal to mv upon capital M. Capital M കൂടി കൊടുത്തിക്കെഴുതിയാൽ recoil speed u is equal to m into v into m, where small m is mass of the shell, where v is shell velocity of the shell, capital M is mass of the gun. അല്ലെ, small m is mass of shell, small v is velocity of shell, capital M is mass of gun. So ഈ ക്വസ്റ്റൻ നമ്മൾ ഈ ഗിവൺ ചോദ്യത്തിലൊക്കെ കൊടുത്താൽ മതി. സോ റിക്കോയിൽ സ്പീഡ് u is equal to m into v into capital M. ഇവിടെ സ്മോൾ m എത്രയാ? ഷെൽ ഓഫ് മാസ് 0.02 into velocity 80 meter per second. അല്ലെ, muzzle speed of the shell means velocity of the shell 80. ഗണ്ണിന്റെ മാസോ 100 kg. So 0 കട്ടായി. Then we can cut 4 here, 5, 0.08 divided by 5. That means turns out as how much? 0.016 meter per second. Actually നമുക്ക് ഇതിന് വളരെ നെഗ്ലിജിബിൾ വെലോസിറ്റി ആണ്, അതുകൊണ്ട് ഗൺ അധികം പിറകോട്ടൊക്കെ തെറിക്കാത്ത. So this is the answer. Recoil speed here is 0.016 meter per second. സിമ്പിൾ. ഇനി ഇങ്ങനെ കിട്ടാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 0.08ന് 8 into 10⁻²2 എഴുതി. ഓക്കെ, ബൈ 5. ഞാൻ ഇനി 80 into 10⁻³ എന്ന് എഴുതിക്കൂടെ? എഴുതാം. 80/5 എത്രയാ? 1 30 16. ഓക്കെ, 16 into 10⁻³ ദാറ്റ് മീൻസ് 16 കഴിഞ്ഞിട്ട് 3 അല്ലേ? 1 2 3. That is 0.016. Okay, simple. So question number 19 is over. Next question number 20. A batsman deflects a ball by an angle of 45 degree without changing its initial speed, which is equal to 54 km/h. What is the impulse imparted to the ball? Mass of the ball is 0.15 kg. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു? അല്ലെ, ബാറ്റ്സ്മാൻ ബോളർ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബോൾ ചെയ്തു. ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു? ബോളിനെ 45 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്ത് വിട്ടു. ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദ ബോൾ 54 km/h ആയിരുന്നു. ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബോൾ. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം നോക്കിക്കാം. നമുക്ക് എന്തൊക്കെയാം? ആ സിസ്റ്റം വരക്കാം. പിന്നീട് ലൈൻ. സോ ഇതാണ് എന്ത്? ബാറ്റ്. ഓക്കെ, ബാറ്റ്. ഇതാണ് ബാറ്റ്. ഇതിലേക്ക് ബോൾ വന്നു. ഞാൻ ഇതിനെ ബാറ്റിനെ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ലൈനായിട്ട് വരക്കാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ലൈനായിട്ട് വരച്ചു. സോ ബോൾ എന്ത് ചെയ്തു? ബോള് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വന്നു. അല്ലേ, സെയിം സ്പീഡിലാണോ തിരിച്ചു വന്നത്? വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ്. സോ യുല് പോയി യുല് വന്നു. ആംഗിൾ എത്രയാണ്? 45. സോ ഈ θ1ഉം θ2ഉം വെച്ച് നോക്കുകയാണെങ്കിൽ θ1 + θ2 is 45. ആക്ച്വലി രണ്ടും ഈക്വൽ ആണ്. θ1 is equal to θ2. So 2θ is 45. So θ is how much? 22.5 degree. So angle എത്രയായിരിക്കും? 25 degree ആയിരിക്കും. ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 22.5 degree. ഈ ആംഗിൾ എത്ര തന്നെ? 22.5 degree. സോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇമ്പൾസ് കാണാൻ ചേഞ്ച് ഇൻ മൊമെന്റം കാണണം. ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. നമുക്ക് പി ഫൈനലും വേണം, പി ഇനീഷ്യലും വേണം. ആദ്യം നമുക്ക് പി ഫൈനൽ നോക്കാം.
ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പണൻസ് ആക്കി മാറ്റാം. വർ ഈസ് ഗ്രീൻ കളർ, യെസ് യു. സോ യുവിന്റെ കോമ്പണൻസ് എന്തൊക്കെ ഉണ്ടാവും അല്ലെ? ഈ ഡയറക്ഷനിലുണ്ട്, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഇനി വിത്തൗട്ട് ചേഞ്ചിങ് സ്പീഡ് അല്ലേ? വിത്തൗട്ട് ഓക്കെ. ഇനി സി ഞാൻ വി ആയിട്ട് എടുക്കുകയാണ്, ഫൈനൽ വെലോസിറ്റി വെയിറ്റ്, ബട്ട് യു ഇസ് ഈക്വൽ ടു വി. വിക്ക് ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് ഉണ്ടാവും, പിന്നെ താഴോട്ടേക്ക് ഇങ്ങനെ ഒരു കോമ്പണന്റ് ഉണ്ടാവും അല്ലേ? സോ എക്സ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ മീൻസ് എക്സ് ഡയറക്ഷൻ മീൻസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നോക്കുകയാണെങ്കിൽ പി ഇനീഷ്യൽ എന്താണ് എക്സ് ആക്സിസിൽ? ഞാൻ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ആയിട്ട് എടുത്തു. ഇങ്ങോട്ടേക്ക് തന്നെ അല്ലേ ഉള്ളത്? യെസ്, ഇറ്റ് വിൽ ബി യു കോസ് തീറ്റ. തീറ്റ is 22.5 mu കോസ് തീറ്റ പോസിറ്റീവ്. പി ഫൈനൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, സെയിം സാധനം, മൈനസ് എം യു കോസ് തീറ്റ. സോ എക്സ് ആക്സിസിലുള്ള ചേഞ്ച് ഇൻ മൊമെന്റ് എത്രയാ? ഡെൽറ്റ പി. പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ എത്രയാ വരും? മൈനസ് എം യു കോസ് തീറ്റ മൈനസ് എം യു കോസ് തീറ്റ. സോ മൈനസ് 2 mu കോസ് തീറ്റ എക്സ് ആക്സിസിൽ. ഇനി വൈ ആക്സിസിലോ? വൈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ പി ഇനീഷ്യൽ നോക്കിക്കോ, താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നത്. ആംഗിൾ എത്രയായിരിക്കും? ആംഗിള് ഇത് നമുക്ക് അൽഫ എന്ന് കൊടുക്കാം, അത് 90 - 22.5 ആയിരിക്കും. സിമ്പിൾ ആസ് ദാറ്റ്. സോ എത്രയായിരിക്കും? എം ഇൻറ്റു, അല്ലെങ്കിൽ ഈ കോമ്പണന്റ് സൈൻ കോമ്പണന്റ് ആക്കിയാൽ പോരെ, സൈൻ തീറ്റ കോമ്പണന്റ് ആക്കിയാൽ പോരെ. എം ഇൻറ്റു യു സൈൻ തീറ്റ കോമ്പണന്റ് അല്ലേ? എം യു സൈൻ തീറ്റ കോമ്പണന്റ് ആക്കിയാൽ പോരെ. ഓക്കെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോസ് ആൽഫ സൈൻ തീറ്റ. ഓക്കെ, പി ഫൈനലി താഴോട്ടേക്ക് ഞാൻ മുകളിലോട്ട് പോസിറ്റീവ് കൊടുത്തു, സോ താഴോട്ടേക്ക് നെഗറ്റീവ് എം മൈനസ്. താഴോട്ടേക്ക് താഴോട്ടേക്ക് പോസിറ്റീവ്, യെസ്. സോ മൈനസ് എം യു സൈൻ തീറ്റ സെയിം തന്നെ. സോ പി ഫൈനൽ ഈസ് ഈക്വൽ ടു പി ഇനീഷ്യൽ. സോ വൈ ആക്സിൽ ഡെൽറ്റ പി 0 ആയിരുന്നു, നോ ഡൗട്ട്. സോ എക്സ് ആക്സിൽ മാത്രമേ എന്തുള്ളൂ? ചേഞ്ച് ഇൻ മൊമെന്റ് ഉള്ളൂ. സോ ദിസ് വിൽ ബി ദ ചേഞ്ച് ഇൻ മൊമെന്റം ആൻഡ് ദിസ് വിൽ ബി ദ ഇമ്പൾസ്. സോ impulse I is equal to how much? 2 mu cos theta, and that is minus. So നമുക്ക് ജസ്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി. -2 into m എത്രയാ? m is 0.15. u എത്രയാ? u 54 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 54 into 5/18 3 അല്ലേ? So 15 meter per second. 15 meter per second into cos of 22.5 degree. So cos 22.5 കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാനിത് കാൽക്കുലേറ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 2 into 0.15 into 15 into cos 22.5 degree. ഏതാണ് ചെയ്യേണ്ടത്? 4.16 kilogram meter per second. 4.16 kilogram meter per second. That is the impulse imparted by the bat to ball. Simple, yes. Simple ആണല്ലോ. impulse is change in momentum. Okay, അവിടെ y axis 0 ആയി പോയി, y axis ചേഞ്ച് ഇല്ല, കാരണം സെയിം ആണ്, സെയിം ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കാം. 21 നോക്കാം. A stone of mass 0.25 kg tied to the end of a string whirled round in a circle of radius 1.5 meter with a speed of 40 revolution per minute. 40 revolution per minute in a horizontal plane. What is the tension in the string? What is the maximum speed with which the stone can be whirled around if the string can withstand a maximum tension of 200? നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഡെപിക്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ്
ഇത് നമ്മളെ സ്ട്രിങ് ആണ്. ഓക്കെ, ഇത് സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്. ഇതാണ് ജസ്റ്റ് സ്ട്രിങ്ങിന്റെ മറ്റേ അറ്റം. അങ്ങനെ ഇവിടെ എന്തുണ്ട്, ഒരു ബോർഡ് ഉണ്ട്, സിമ്പിൾ സ്റ്റോൺ ഉണ്ട്, ഒരു ചരടിന് മുന്നിൽ ഒരു കല്ല് കെട്ടി. ഓക്കെ, ഈ ചരടിന്റെ നീളം 1.5 മീറ്റർ. ഹൊറിസോണ്ടൽ പ്ലെയിൻ മീൻസ് അതെ യെസ്, ഇങ്ങനെയാണ്. സി യെസ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ മീൻസ് വാട്ട്, യെസ്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരേ പ്ലെയിനിൽ. നമുക്ക് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് കാണണം. സി, ഇനി ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എത്ര വന്നിട്ടുണ്ട് നമുക്ക്? ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എത്രയാണ്? 40 revolution per minute. 40 revolution per minute നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. സോ 40/60 revolution per second. So speed will be how much? 4/6, that is 2/3 revolution per second. Simple. Okay. Yes. നമുക്ക് ടെൻഷൻ ടി കണ്ടാൽ മതി. എല്ലാം അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻഷൻ ടി ആണ് കാണേണ്ടത്. ഇതുപോലെ ഒബ്വിയസ്ലി എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവുമല്ലോ. ടെൻഷൻ ടി ഇങ്ങോട്ടേക്ക് എന്ത്? mv²/r. ആ സെൻട്രി പെറ്റൽ ഫോഴ്സ് ടി അല്ലേ കൊടുക്കുക, ടെൻഷൻ അല്ലേ സെൻട്രി പെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ടെൻഷൻ ടി ഈക്വൽ ടു tension T is equal to mv²/r. m is how much here? 0.25. and yes, നമുക്കിനി വെലോസിറ്റിയിലേക്ക് വരണം. നമ്മളെ കയ്യിൽ എന്തുണ്ട്? സ്പീഡ് ഉണ്ട്. യെസ്, സോ what is omega is v/r. Omega is v/r and omega is equal to 2 pi into revolution per second, n അല്ലേ. സോ നമുക്ക് v is equal to r omega എന്ന് എഴുതിക്കൂടെ അല്ലെ? v is equal to what? r omega അല്ലേ. സോ നമ്മൾക്ക് ഈ mv² നമുക്ക് എന്ത് പറയാം? r omega whole square കൊടുക്കാം. സോ m/r into r² omega square. So turns out to be mr omega square. Simple, mr omega square. Omega is what? 2πn. And tension T equal to m into r into 2πn whole square. So നമുക്ക് വാല്യൂസ് കൊടുത്താൽ, വാല്യൂസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ tension T is equal to m is how much? 0.25 into r is how much? 1.5 meter into 2 into pi is 3.14 into revolution per second, n is how much? 2/3 whole square. അല്ലെ, കുറച്ച് ടഫ് മാത്തമാറ്റിക്സ് ആയിരിക്കും വരിക. സോ എനിവേ ടെൻഷൻ T is equal to ഇക്വേഷൻ വരുന്നത് 6.57 ന്യൂട്ടൺ. 6.57 ഇത്രയും ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനാണ് mv²/r, mr omega square, അതായത് സെൻട്രി പെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സിമ്പിൾ. സോ ടെൻഷൻ T is equal to 6.57 ന്യൂട്ടൺ which is equal to F സെൻട്രി പെറ്റൽ. അടുത്ത ചോദ്യം എന്താ? What is the maximum speed with which the stone can be whirled around if the string can withstand a maximum tension of 200 Newton അല്ലേ. അടുത്ത പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് യെസ്, ടെൻഷൻ, മാക്സിമം ടെൻഷൻ ആ സ്ട്രിങ്ങിന് തരാൻ പറ്റുന്നത് 200 ന്യൂട്ടൺ ആണെങ്കിൽ യെസ്, നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വി മാക്സ് എത്രയാണെന്നുള്ള ചോദ്യം. വി മാക്സ് എത്രയാണെന്നാണ് ചോദ്യം. സോ ജസ്റ്റ് ഇക്വേഷൻ കൊടുത്ത പോലെ T max is equal to m into v max²/r. So v max square is equal to T max into r/m, and v max is equal to root of T max into r/m. T max into r/m. Simple. Just equation കൊടുത്ത് പോയാൽ മതി. So v max is equal to how much is T max? 200 Newton. R is 200 Newton. R is 1.5 meter. M is 0.25. So turns out to be, okay, calculator ചെയ്താൽ കിട്ടുന്ന ഉത്തരം 34.64.
34 meter per second. 34.64 meter per second. That's so simple. Okay. Yes. So അത് കഴിഞ്ഞു. 22 എന്താണ്? If in exercise 4.21 the speed of the stone is increased beyond the maximum permissible value. That means അതായത് maximum permissible value means ടെൻഷൻ ടീം 200 ന്യൂട്ടൺ തരാൻ പറ്റുമെന്ന് പറഞ്ഞു ക്വസ്റ്റനിൽ. അപ്പൊ ഞാൻ വിമാക്സ് എനിക്ക് കിട്ടിയത് 34.64 ആണല്ലോ. ഞാൻ അതിനേക്കാൾ കൂടിയ വെലോസിറ്റിയിൽ സ്റ്റോൺ വന്നാൽ string breaks suddenly, obviously string break ആകും. Which of the following correctly describes the trajectory of the stone after the string breaks? String break ചെയ്താലുള്ള അതിന്റെ ട്രജക്ടറി ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, the stone moves radially outwards. Stone flies off tangentially from the instant the string breaks. The stone flies off at an angle with the tangent whose magnitude depends on the speed of the particle. സിമ്പിൾ ആണല്ലേ ഈ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഇവിടെ തന്നെ നോക്കിക്കോ. സപ്പോസ് ഞാൻ ഒന്നുകൂടി വരക്കാം. ഓക്കെ, സ്ട്രിങ് ബ്രേക്ക് ആയാൽ ഇതിന്റെ അടുത്തുള്ള വെലോസിറ്റി ഏത് ഡയറക്ഷനിലാ? ഇങ്ങോട്ടേക്കല്ലേ, ടാൻജൻഷ്യലല്ലേ അതിന്റെ വെലോസിറ്റി ഉള്ളത്. സോ സ്ട്രിങ് ബ്രേക്ക് ആയാൽ ഇത് ടാൻജൻഷ്യലല്ലേ പോവാ. സോ if string gets broke, എന്താ സംഭവിക്കുക? stone flies off tangentially. Stone flies off tangentially from the instant the string breaks. Simple, because സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടുത്തുള്ള വെലോസിറ്റി ടാൻജൻഷ്യൽ വെലോസിറ്റി മാത്രമാണ് അല്ലേ? റേഡിയൽ വെലോസിറ്റി ഒന്നും ഇല്ലല്ലോ. ഇല്ല. Yes. So the direction of velocity vector is tangential to the path of the stone at that instant. So if the string breaks, the stone will move in the direction of the velocity at that instant. No. So direction of velocity at this instant is tangential. So if the string breaks, yes, stone flies off tangentially from the instant string breaks. So option B is the right answer. So next question 4.23. Explain why a horse cannot pull a cart and run in empty space. അല്ലേ, എന്തുകൊണ്ടാണ് ഹോഴ്സിന് എംറ്റി സ്പേസിൽ പുള്ള് ചെയ്ത് പോകാൻ പറ്റാത്തത്? സിമ്പിൾ, നോക്കിക്കോ. ഇത് ഹോഴ്സ് ആണെന്ന് വിചാരിച്ചോ. യെസ്, ഓക്കെ, ഇതാണ് അതിന്റെ കാർട്ട്. ഓക്കെ, സിമ്പിൾ. സോ നോക്കിക്കോളെ, ഈ ഹോഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? യെസ്, ഹോഴ്സ് ഇങ്ങോട്ടേക്ക് ഒരു ആക്ഷൻ കൊടുക്കുന്നു. അതിന് റിയാക്ഷൻ ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് മുമ്പോട്ടേക്ക് പോകുന്നത്. എംറ്റി സ്പേസിൽ റിയാക്ഷൻ കൊടുക്കാൻ ആരുമില്ല. യെസ്, അയ്യോ. ഫോർ സി, ഇൻ ഓർഡർ ടു പുൾ എ കാർ, എ ഹോഴ്സ് പുഷസ് ദ ഗ്രൗണ്ട് ബാക്ക്വേർഡ്. അല്ലേ, ഹോഴ്സ് എന്താണ് ചെയ്യുന്നത്? ഹോഴ്സ് pushes the ground backwards. Horse എന്ത് ചെയ്യും? pushes the ground backwards. ആ സമയത്ത് ഗ്രൗണ്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നത്? യെസ്, same and equal and opposite. Same means equal and opposite. Okay, see, horse pushes the ground backwards. So ആ സമയത്ത് ഗ്രൗണ്ട് എന്ന് exert same force, അതായത് റിയാക്ഷൻ ഫോഴ്സ് അല്ലേ, 2 feet of horse. So action reaction pair, basically action reaction pair. Horse pushes the ground backwards. അല്ലേ, ground in turn exerts an equal and opposite reaction force upon the feet of the horse. Simple. Actually ഏത് ഫോഴ്സ് ആണ് ഹോഴ്സിനെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്? യെസ്, റിയാക്ഷൻ, because of reaction force exerted by ground, horse moves. അല്ലേ. ഇനി empty spaceലോ? In empty space no ground. Ground ഇല്ല empty spaceല്. No ground ഇല്ല means no reaction force. No reaction force means horse can't pull a cart. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. രണ്ടാമത്തെ സിനാരിയോ എന്താ?
B. Passengers are thrown forward from their seats when a speeding bus stops suddenly. നോക്കിക്കോ, പാസഞ്ചേഴ്സ് എന്താണ്? ലേക്കാണ്. ഓക്കെ, പാസഞ്ചേഴ്സ് ലേക്കാണ്. സോറി, 3 കാര്യം വന്നു. പാസഞ്ചേഴ്സ് ബസ്സിൽ എന്ത് ചെയ്യാണ്? ഈക്കാണ്. ഓക്കെ, സോ ഇതാണ് ബസ് ഈ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സീറ്റ് പ്ലസ് ഈ താഴെയുള്ള പാർട്സ് ഉണ്ടല്ലോ, കാല്, അതിനൊക്കെ വെലോസിറ്റി വി കിട്ടി കാണും, ഗ്രൗണ്ടിലുള്ളതുകൊണ്ട്, ബസ്സിന്റെ ഫ്ലോർ ഉള്ളതുകൊണ്ട്. ഓക്കെ അല്ലേ? If a speeding bus stops suddenly, the lower portion of a passenger body which is contacted with the seat suddenly comes to rest. However, the upper portion tends to remain in motion. Like say, മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ വെലോസിറ്റി സെയിം വെലോസിറ്റി ഉണ്ട്. ഓക്കെ, സെയിം വെലോസിറ്റി ഉണ്ട് ഓട്ടോമാറ്റിക്കോളെ. സോ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? Yes, if speeding bus stops, yes, if speeding bus stops, yes, lower portion also stops. പക്ഷേ upper portion tend to have that velocity for some time. Okay, see, if speeding stops, lower portion also stops, but the upper portion tend to have what? That velocity for some time. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്? Yes, passenger's upper body is thrown forward in the direction in which the bus is moving. Simple as that. Be over. Next, C. It is easier to pull a lawn mower than to push it. Lawn mower means അതായത് ലോൺ ഉണ്ടല്ലോ, ലോണൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സാധനം. ഓക്കെ, സോ ലോൺ മൂവറിനെ പുള്ള് ചെയ്യാനാണ് ഈസി ദാൻ പുഷ് ഇറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് എന്ത് ചെയ്യാം? സപ്പോസ് ഇതാണ് നമ്മുടെ ലോൺ മൂവർ എന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിതിനെ പുള്ള് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടല്ലേ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, സോ എഫ് കോസ് തീറ്റ ഇങ്ങോട്ടുണ്ട്, എഫ് സൈൻ തീറ്റ ഇങ്ങോട്ടുണ്ട് അല്ലേ? താഴോട്ടേക്ക് എം ജി ഉണ്ട്, മുകളിലോട്ട് എന്തുണ്ട്? എൻ ഉണ്ട്. സിമ്പിൾ. ഇതാണ് പുള്ള് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ. പുള്ള്. ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാറും നോക്കിക്കോ. താഴോട്ടേക്ക് മുകളിലോട്ടേക്ക് എന്നെ പുഷ് ചെയ്യുന്നു. അപ്പൊ ഫോഴ്സ് എഫ് ഇങ്ങനല്ലേ വരിക? ഫോഴ്സ് എഫ് ഇങ്ങനെ വന്നു. ഇത് തീറ്റ ആണെങ്കിൽ എഫ് കോസ് തീറ്റ, ഇങ്ങനെ എഫ് സൈൻ തീറ്റ. സിമ്പിൾ. യെസ്. ഇനി ഈ പുള്ള് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് വെയിറ്റ് എത്രയാവുന്നത്? യെസ്, ഓക്കെ, പുള്ള് ചെയ്യുമ്പോ ഇഫക്റ്റീവ് വെയിറ്റ് കുറയാണ്. എന്തുകൊണ്ടാ? യെസ്, നോക്കിക്കോ, ആക്ച്വലി n is equal to mg minus f sin theta. ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇവിടെയോ പുഷ് ചെയ്യുമ്പോഴോ n becomes f sin theta plus mg. നോർമൽ റിയാക്ഷൻ കൂടുകയാണ്. That means it's easier to pull a lawn mower than to push it. Yes, normal reaction കൂടുമ്പോൾ അത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. As simple as that. Okay, so over. Next, D. A cricketer moves his hands backwards while holding a catch. അല്ലേ? Yes, ബോൾ വരികയാണ്. ബോൾ വന്നു അല്ലേ? വെയിറ്റ്. ഞാനിപ്പോ കൈ ഇവിടെ നിന്ന് എന്റെ കൈ ഉണ്ട്. കൈ പിടിച്ച് ജസ്റ്റ് എന്ത് ചെയ്യും? പിറകോട്ടേക്ക് വലിക്കും. എന്തിനാണ് അങ്ങനെ വലിക്കുന്നത്? ബാക്ക്വേർഡ് വലിക്കുന്നത്. നോക്കിക്കോ, ബോൾ വരുന്ന വെലോസിറ്റി വി ആണെങ്കിൽ, സോ ഈ ഇവിടെ വെലോസിറ്റി 0 ആയല്ലോ. ക്യാച്ച് ചെയ്ത വെലോസിറ്റി 0 ആണല്ലോ. ഇമ്പൾസ് ഈസ് വാട്ട്? രണ്ട് ഇക്വേഷനില് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഉണ്ട്, ചേഞ്ച് ഇൻ മൊമെന്റും ഉണ്ട്. സോ ചേഞ്ച് ഇൻ മൊമെന്റ് എന്താണ് ഇവിടെ?
ഫൈനൽ എന്താണ്? ഫൈനൽ എം ഇൻറ്റു 0 മൈനസ് എം ഇൻറ്റു വി. അതായത് ചേഞ്ച് ഇൻ മൊമെന്റ് എന്താണ്? മൈനസ് എം ഇൻറ്റു വി അല്ലേ? ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് അല്ലേ? സോ മൈനസ് എം വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് എഴുതിക്കൂടെ? സി എമ്മും വിയും കോൺസ്റ്റന്റ് അല്ലേ? ഇവിടെ ബോളിന്റെ മാസും മാറാൻ പോകുന്നില്ല, ബോളിന്റെ വെലോസിറ്റി മാറാൻ പോകുന്നില്ല. നമുക്ക് ഈ ഇമ്പാക്ട് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഇമ്പാക്ട് ഫോഴ്സ്, അത് ഇമ്പാക്ട് ഫോഴ്സ് കുറക്കണമെങ്കിൽ ഞാൻ എന്ത് കൂട്ടണം? ഡെൽറ്റ ടി കൂട്ടണം. ഡെൽറ്റ ടി മീൻസ് ടൈം എടുത്ത് മെല്ലെ സ്ലോലി ക്യാച്ച് പിടിക്കുക. സിമ്പിൾ. സോ ഇമ്പാക്ട് ഫോഴ്സ് കുറയും. ദാറ്റ് ഈസ് ക്രിക്കറ്റർ മൂവ്സ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. ദാറ്റ്സ് ദ റീസൺ. If by this preventing is the cricketer can prevent from getting hurt. Simple. Yes. So laws of motion എല്ലാ എക്സസൈസും പറഞ്ഞു. ഓക്കെ, സോ ഫുൾ എടുത്തു. ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. യെസ്. So bye everyone. Yes, I'm signing off. Bye.